Assalamualaikum dear friends, welcome back to Shamys world. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നത്തെയും പോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരവുമായിട്ടാണ്. അപ്പോൾ നമ്മളെ വീട്ടിലെല്ലാം കറുത്ത നേന്ത്രപ്പഴം വെച്ചിട്ട് കളയാൻ വേണ്ടി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴവും വീട്ടിലുള്ള 3 ചെരുകളും വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. അതിലേറെ രുചിയുമാണ്. അപ്പോൾ ഈ കറുത്ത നേന്ത്രപ്പഴം വെച്ചിട്ട് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പോലും മനസ്സിലാവില്ല ഇത് നേന്ത്രപ്പഴം വെച്ചാണ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓണാക്കി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയെല്ലാം ഞാൻ ചേർക്കാൻ പോകുന്നത്. ആരോഗ്യത്തിന് നല്ലത് ശർക്കര ആയതുകൊണ്ട് ഞാനിവിടെ 1 കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ശർക്കര വേണമെങ്കിലും എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കറുത്ത ശർക്കര ആകുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ കറുത്ത ശർക്കര എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം ചേർത്ത് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഉരുക്കി കിട്ടും. നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം നമുക്ക്, എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വെള്ളം തിളയ്ക്കുന്ന നേരം കൊണ്ട് തന്നെ ഇത് പൊടിച്ചത് കൊണ്ട് പെട്ടെന്ന് ഇത് മെൽറ്റായി കിട്ടും. അപ്പോൾ നമ്മൾ കറുത്ത ശർക്കര എടുക്കുമ്പോൾ ഇതിൽ നമ്മുടെ പലഹാരത്തിന് കുറച്ച് കളറും കൂടുതലിട്ടും ടേസ്റ്റും കൂടുതലിട്ടും, അതുകൊണ്ടാണ് ഞാൻ കറുത്ത ശർക്കര എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെള്ള ശർക്കര ആണ് ഉള്ളതെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതെടുത്തോളൂ. അപ്പോൾ ഇതൊന്ന് ഉരുകി വരട്ടെ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി കല്ലോ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് അരിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കല്ലും മണ്ണും പൊടിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇത് അരിച്ചൊഴിക്കാം. അപ്പോൾ നിങ്ങൾ ഒരുപാട് ശർക്കര ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വറ്റിപ്പോകും. വെള്ളം കുറച്ചല്ലേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതാ ഞാൻ അരിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ചൂടോട് തന്നെ ഒഴിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പൊന്നും എടുക്കാൻ പാടില്ല, പെട്ടെന്ന് തന്നെ അത് ഉരുകിപ്പോകും. ഇതുപോലത്തെ സ്റ്റീൽ അരിപ്പ് വേണം എടുത്തിട്ട്. ചൂടോടുകൂടി തന്നെ നമുക്ക് ഇത് അരിച്ചൊഴിക്കണം. അപ്പോൾ തണുക്കുമ്പോൾ കുറച്ച് കട്ടിയാവും ശർക്കര, അതുകൊണ്ടാണ്. അപ്പോൾ അത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ ശർക്കര അരിച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ, ഇതുപോലെ ഇരിക്കും. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 2 പഴുത്ത നേന്ത്രപ്പഴമാണ്. നല്ലോണം പഴുത്ത നേന്ത്രപ്പഴം എടുക്കുക. നല്ലോണം കറുത്ത് നമ്മുടെ ഈ തൊലിയെല്ലാം കറുത്തിരിക്കുന്ന പഴം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല കറുത്ത പഴത്തിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ഈ പലഹാരത്തിന് ഒരു പുളിപ്പ് രസം ഉണ്ടാവും, അതുകൊണ്ടാണ് നല്ല പഴുത്ത പഴം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത് സാധാരണ നമ്മൾ ഇതുപോലുള്ള പഴങ്ങൾ കളയാറാണ് പതിവ്. അങ്ങനെ കളയാതെ ഇങ്ങനെയുള്ള എണ്ണയില്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും നല്ലതാണ്. മാത്രവുമല്ല ഇതുപോലുള്ള കറുത്ത പഴത്തിലാണ് കൂടുതൽ വൈറ്റമിൻസും പ്രതിരോധശേഷിയും കൂടുതൽ. അപ്പോൾ നിങ്ങൾ പരമാവധി ഇങ്ങനെയുള്ള പഴങ്ങൾ കളയാതെ ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ പഴം ഇതുപോലെ ചെറുതായി മുറിച്ച് നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അപ്പോൾ ഞാൻ ഇനി അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാറ് എടുക്കുക. ചെറിയ ജാർ വേണം എടുക്കുക. അതിലോട്ട് ഈ അരിഞ്ഞു വെച്ച പഴം ഇട്ട് കൊടുക്കാം. നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം. ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒട്ടും പഴത്തിൻ്റെ കഷ്ണങ്ങളൊന്നും ഇല്ല, നല്ലോണം അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ആ പഴം നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പഴത്തിൻ്റെ തന്നെ ഒരു കഷ്ണവും പാടില്ല, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം ശർക്കര ഉരുക്കി മാറ്റി വെച്ചു, രണ്ടാമത് പഴം അരച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി എടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി കൊടുക്കുക. ഫ്ലെയിം ഒന്ന് മീഡിയം വെച്ചതിന് ശേഷം പാൻ ചൂടായതിനു ശേഷം ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് അത്ര ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ എണ്ണയും ചേർത്ത് കൊടുത്താൽ മതി. നെയ്യ് കുട്ടികൾക്കൊക്കെ ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ നമ്മുടെ അഴുക്ക കൊളസ്ട്രോളിനെ മാറ്റുകയും നല്ല കൊളസ്ട്രോളിനെ സ്വീകരിക്കുകയും ചെയ്യും. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മൾ കഴിച്ചു എന്ന് വെച്ചിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഹെൽത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നെയ്യ് കോരി കഴിക്കണമെന്നല്ല പറയുന്നത്. ചെറിയ ക്വാണ്ടിറ്റിയിൽ കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നെയ്യ് ഒന്ന് ഉരുകി വരട്ടെ. നെയ്ത ഇവിടെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം. 250 ml കപ്പിനാണ് 1 കപ്പ് ഞാൻ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഈ വറുത്ത് ഒരു നല്ലൊരു മണം വരും ഈ ഗോതമ്പ് മാവിന്. ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറം ആകുന്നവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഈ ഗോതമ്പ് മാവിൻ്റെ കളറും മാറും, അതുപോലെ തന്നെ നല്ലൊരു മണവും വരും. അപ്പോഴാണ് ഇത് റെഡിയായി വരുന്നത്. അപ്പോൾ നമുക്കിത് വറുത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്ത് കൊടുക്കാം. അപ്പോൾ അത് 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലൊരു അടിപൊളി മണം വരും. അത് കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് നമ്മൾ അരച്ച് മാറ്റി വെച്ച പഴം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പഴം ഇതിലോട്ട് നമുക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും ഈ പഴമെല്ലാം ഒന്ന് ഗോതമ്പ് മാവുമായിട്ട് ഒന്ന് വെന്ത് വരണം. പഴം ഒന്ന് 2-3 മിനിറ്റ് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ കട്ടകളുണ്ടല്ലോ, ഇതെല്ലാം ഒന്ന് ഒരു തടിത്തവി കൊണ്ട് നമുക്കിതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ ഉടച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് ഇതുപോലെ നമുക്ക് വറുത്തെടുക്കണം. എന്നാൽ മാത്രമേ പഴമൊക്കെ ഒന്ന് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ ആയി കിട്ടണം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ഉരുക്കി മാറ്റി വെച്ച ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കര പാനി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഈ തടിത്തവി കൊണ്ട് ഒന്ന് ഇതുപോലെ ഉടച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കട്ടകളൊക്കെ അവിടെ ഇരിക്കും. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളർ കിട്ടിയത് കാരണം നമ്മൾ കറുത്ത ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ മൂപ്പിച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പും കിസ്മിസും അല്ല ചേർക്കുന്നത്, ഒന്ന് ക്രഷ് ചെയ്തെടുത്ത കപ്പലണ്ടി ഒരു 4 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഈ കപ്പലണ്ടി ചേർക്കുമ്പോൾ നമുക്ക് അടിക്കാനൊക്കെ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കപ്പലണ്ടി ചേർത്ത് കൊടുക്കുമ്പോൾ. നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇപ്പം തന്നെ ഇത് റെഡിയായി. ഇനി വേണമെന്നുണ്ടെങ്കിൽ അവസാനം നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടിയായാലും നമ്മുടെ നേന്ത്രപ്പഴമായാലും ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. പഴുത്ത പഴമൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇതുപോലെ തീർച്ചയായും ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക. കുട്ടികൾക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചോറൊക്കെ കഴിക്കുന്ന പാത്രം എടുക്കുക. അതിലോട്ട് നല്ലോണം നെയ്യ് തേച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാ വശത്തും ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ പെട്ടെന്ന് സെറ്റായി ഇളകി വരുള്ളൂ. അപ്പോൾ റെഡിയായ മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് വേണം ലെവൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നല്ലോണം സെറ്റായിരിക്കുള്ളൂ. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ആ ഗോതമാവിൻ്റെ ഒന്നും കുത്തലൊന്നുമില്ല, പഴത്തിൻ്റെ കുത്തലൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. ആ കപ്പലുണ്ടെങ്കിൽ ഇടയ്ക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബദാം വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു സ്പാച്ചിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ തന്നെ ഇരുന്നോളും, വീഴാതെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ ഈസിയാണ്. അപ്പോൾ നന്നായിട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് തണുക്കാൻ വേണ്ടി ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ലോണം തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പീസ് നമുക്ക് എടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അത് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം. പഴത്തിൻ്റെ ഒരു കുത്തലോ ഒന്നുമില്ല. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. ഇതുപോലെയുള്ള എണ്ണ ഒട്ടും ചേർക്കാത്ത ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുക്കാം. അതൊന്ന് കയറി കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഹെൽത്തിയും വെറൈറ്റിയും ആയിട്ടുള്ള റെസിപ്പീസിന് വേണ്ടി ഷമീസ് കർവൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്